ഞാൻ നിൽക്കുന്നത് മല്ലപ്പള്ളിയിലാണ് കേട്ടോ. മല്ലപ്പള്ളി എന്ന് പറയുമ്പോഴത്തേക്ക് മല്ലപ്പള്ളി അടുത്തൊന്നും പോകണ്ട കേട്ടോ. നമ്മുടെ മാത്തൻ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് ഒരു ഓട്ടിസം സെൻ്റർ ഉണ്ട് കേട്ടോ. നമ്മുടെ റീറ്റ പെശവാരി സെൻ്റർ എന്നാണ് ഓട്ടിസം സെൻ്റർ പേര്. നിങ്ങളുടെ ബോർഡ് നിങ്ങൾ വായിക്കുക. കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. അതാണ് നിരവധി കുട്ടികളെ, 100 കണക്കിന് കുട്ടികളെ ചികിത്സിച്ച് ഭേദമാക്കുന്ന ഡോക്ടറാണ് നമ്മുടെ സേവനം അനുഷ്ഠിച്ചുള്ളത്. ആ സ്ഥാപനത്തിൻ്റെ വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഞാൻ വീഡിയോയിലേക്ക് നിങ്ങളെ കാണിക്കാം. ഓക്കെ, താങ്ക് യു. കാണിച്ചു തരാം കേട്ടോ. ഏരിയ കൂടെ നിങ്ങളെ കാണിക്കാം. ഇത് വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മുടെ അതായത് ചുങ്കപ്പാറ, അത് പ്രത്യേകിച്ച് പാടിമണ്ണ് എഴുമറ്റൂർ റൂട്ടിൽ നിന്ന് വരുന്നവർക്ക് ഈ ബോർഡ് കാണാം. അതായത് മാത്തൻ ഹോസ്പിറ്റൽ തൊട്ടടുത്തായിട്ടുള്ള ുമായിട്ട് നമ്മൾ ബന്ധപ്പെടേണ്ട ആവശ്യം വരുമല്ലോ. നമുക്കറിയാം കുട്ടികളുണ്ട്. അപ്പോൾ കുട്ടികളുടെ ചികിത്സ, അതുപോലെ തന്നെ ഒരു 2-2.5 വയസ്സായാലും കുട്ടികൾക്ക് സംസാരിക്കാൻ കഴിവില്ലായ്മ വരിക, അങ്ങനെയുള്ള ഒരു ചെക്കപ്പ്, അങ്ങനെയുള്ള ഒരു സ്ഥാപനമാണിത്. നല്ല രീതിയിൽ 10ാമത്തെ വർഷം, അടുത്ത ജൂലൈ 14 10 വർഷം പൂർത്തീകരിക്കുക. ഓക്കെ, ഉണ്ടോ? എല്ലാവിധമായ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട് കേട്ടോ. ABA തെറാപ്പി ഉണ്ടോ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഇത്തിരി എല്ലാ ഭാഗങ്ങളും നിങ്ങളെ കാണിച്ചു തരാൻ പറ്റും. കാരണം എന്നറിയോ, വീഡിയോ കൂടുതലായാലും പ്രശ്നമല്ലേ. കണ്ടോ, സ്പീച്ച് തെറാപ്പി ഉണ്ടോ, സാർ ട്രീറ്റ്മെൻറ്റ് വന്നാണതോ? എത്ര വർഷമായത്? ഓക്കെ. ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റും ആക്കട്ടെ. പേരെന്നാ സാറിൻ്റെ? എവിടെ താമസിക്കുന്നത്? മല്ലപ്പള്ളി തന്നെ. ഓക്കെ, താങ്ക് യു. അടിപൊളി ലഞ്ച് റൂമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഡോക്ടറാണ്. ഡോക്ടർ പേരുന്നതാ? ഡോക്ടർ താമസിക്കുന്ന സ്ഥലം കോട്ടയത്താണ്. മല്ലപ്പള്ളിയിലും പത്തനംതിട്ടയിലും നമുക്ക് 2 സെന്ററുകളുണ്ട്. അതിന്റെ കാര്യങ്ങൾക്കായിട്ട് ഇവിടെ മല്ലപ്പള്ളി പത്തനംതിട്ട ഉണ്ടല്ലേ? അതെ, പത്തനംതിട്ട. എവിടെയായിട്ട്? നമ്മൾ SP ഓഫീസ് കഴിഞ്ഞ് എടത്താവളം കഴിഞ്ഞ് അങ്ങോട്ട് മൈലപ്പുറയ്ക്ക് പോകുന്ന വഴിയിൽ പത്തനംതിട്ട ന്യൂസിന്റെ അടുത്താണ്. തൊട്ടടുത്ത്. അപ്പോൾ ഡോക്ടർ ഹസ്ബൻഡ് ഡോക്ടറാണ്, കോട്ടയത്താണ്. അപ്പോൾ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുക കേട്ടോ. ഹസ്ബൻഡ് ഡോക്ടറാണ്. അപ്പം നമുക്കറിയാം ഡോക്ടറുടെ സേവനം ഇപ്പോൾ പ്രയോജനപ്പെടുത്തുന്ന നിരവധി കുടുംബങ്ങളുണ്ട്. ഈ ഡോക്ടർ ഒറ്റ വാക്കുകൂടെ ചോദിച്ച് നമുക്ക് സമാപിക്കാം. ഈ ഓട്ടിസം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഈ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന്. ഓട്ടിസം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കുഞ്ഞുങ്ങളായ വളർന്നു വരുന്ന സമയത്ത് അവർക്ക് കമ്മ്യൂണിക്കേഷൻ, അതായത് ആശയവിനിമയം, സാമൂഹിക ഇടപെടലുകൾ, ഇതിനകത്താണ് അവരുടെ കൂടുതൽ ബുദ്ധിമുട്ട് കാണുന്നത്. അത് നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഓട്ടിസം ഉള്ള കുട്ടികളെ നമ്മൾ തിരിച്ചറിയുവാണെങ്കിൽ അവരെ വളരെ നന്നായിട്ട് നമുക്ക് ട്രെയിനിങ് ചെയ്ത് അവരെ ശരിയാക്കി നല്ല രീതിയിൽ മുഖ്യധാരയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. തീർച്ചയായും. അപ്പോൾ അവരുടെ ഒരു 2.5 വയസ്സിലൊക്കെ ഒരു കുട്ടി സംസാരിച്ച സെന്റൻസ് ഒക്കെ സംസാരിച്ചു തുടങ്ങും. പക്ഷെ ആ ഒരു സമയമായിട്ട് സംസാരിക്കുന്നില്ല, മുഖത്ത് നോക്കുന്നില്ല, വിളിച്ചാൽ ശ്രദ്ധിക്കുന്നതിന്റെ ലക്ഷണമായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കുട്ടിയെ ഒന്ന് പരിശോധിപ്പിക്കാനായിട്ട് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റൽ പീഡിയാട്രിഷ്യൻ്റെ അടുത്ത് ഒന്ന് കൊണ്ടുപോയി ഇതൊന്ന് ചെയ്യുന്നത് നല്ലതാണ്. കാരണം 3.5 വയസ്സ് 2.5 വയസ്സിനിടയ്ക്കാണ് പെട്ടെന്ന് അവരെ സ്പീച്ച് തെറാപ്പി കൊടുക്കാനും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപ്പേഷൻ തെറാപ്പി കൊടുത്ത് അവരെ നമുക്ക് സാധാരണ ഒരു സ്കൂളിൽ തന്നെ കുഞ്ഞുങ്ങളെ ആക്കിയെടുക്കാൻ തക്കവണ്ണം നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കാൻ ആകും. പക്ഷേ അതൊരു 10 വയസ്സോ 8 വയസ്സോ ഒക്കെ കഴിഞ്ഞ് കൊണ്ടുവന്നാൽ അവർ വളരെ അക്രമാസക്തമായിരിക്കും, സംസാരിക്കത്തില്ല. ഇപ്പം നമുക്ക് ഇപ്പം 2 ബ്രാഞ്ചിലുമായിട്ട് തന്നെ കുട്ടികളുണ്ട്. അപ്പോൾ അതൊരു എത്ര മാസം കൊണ്ട് അതൊന്ന് ക്ലിയർ ആക്കിയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കുട്ടികളുടെ ഈ സിവിയറിറ്റി അനുസരിച്ച് ചിലർക്ക് ചെറിയ തോതിലേ ഉള്ളൂ, ചിലർക്ക് വളരെ സിവിയർ ആയിട്ടുണ്ട്. അതനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് മതി. അതിനനുസരിച്ച് എങ്ങനെ പോയാലും ഒരു വർഷമെങ്കിലും പിള്ളേർക്ക് നല്ല രീതിയിൽ ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും കുറഞ്ഞത് ഈ
ഈ സ്പീച്ചും ഓക്യുപ്പേഷനും സ്പെഷ്യൽ എഡ്യൂക്കേഷനും ഒക്കെ കൊടുത്തെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും കുട്ടികൾക്ക് നല്ലൊരു മാറ്റം കാണത്തുള്ളൂ. ഓക്കെ. പക്ഷെ മുന്നോട്ട് ചിലപ്പോൾ ഒരുപാട് സമയം, അതായത് മുഖ്യധാര സ്കൂളിൽ നമ്മുടെ ഇവിടെയൊക്കെ ഉള്ള കുട്ടികൾ സാധാരണ നോർമൽ സ്കൂളിൽ തന്നെ പോയി ഇരുന്ന് പഠിക്കാനുള്ള ലെവലിലേക്ക് ആയ കുഞ്ഞുങ്ങളുണ്ട്. 10 വർഷത്തിനിടയിൽ നമ്മൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ നോർമൽ സ്കൂളിൽ പഠിക്കുന്നത് കാണുന്നു. നമുക്കൊരു ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാവിധമായ ആശംസകളും നേരുന്നു. ഓക്കെ, എത്രാമത്തെ വർഷം അപ്പം? ഇതിപ്പോൾ 10ാമത്തെ വർഷം. ഈ അടുത്ത ജൂലൈ 15-ാം തീയതി ഞങ്ങളുടെ 15 സമയത്ത് ഓക്കെ ഓക്കെ. കൂടുതൽ സഹകരിക്കുക, കൂടുതൽ ഉയരങ്ങളിലേക്ക് വരട്ടെ നമ്മുടെ സ്ഥാപനം എന്ന് ആശംസിക്കുന്നു. ഓക്കെ, നന്ദി, നമസ്കാരം, താങ്ക് യു.